sequence xn, n is equal to 1, 2, 3, etc. is a sequence of independent random variables, each taking values -1, 0, 1. Given that probability of xn is equal to 0 is equal to 1 minus 2 by n, probability of xn is equal to 1 is equal to probability of xn is equal to -1 is equal to 1 by n. Examine whether weak law of large numbers holds for this sequence. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ സീക്വൻസ് എക്സ് എൻ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിന് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കണ്ടീഷൻ അറിയാം. വി നോ ദാറ്റ് ബി എൻ ബൈ എൻ സ്ക്വയർ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് നമുക്കറിയാം. വാട്ട് ഈസ് ബി എൻ? അപ്പോൾ ബി എൻ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് എക്സ് എൻ. അപ്പോൾ ഈ കണ്ടീഷനാണ് നമുക്ക് അഗെയിൻ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് എൻ എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിൽ എടുക്കുന്ന വാല്യൂസും അറിയാം. ഓരോ വാല്യൂ എടുക്കുന്ന പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതി വയ്ക്കാം. എക്സ് എൻ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എടുക്കുന്ന വാല്യൂസ് -1 എടുക്കുന്നുണ്ട്, 0 എടുക്കുന്നുണ്ട് ആൻഡ് +1 എടുക്കുന്നുണ്ട്. ഇങ്ങനെ 3 വാല്യൂസാണ് ഇവർ എടുക്കുന്നത്. ആൻഡ് ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് -1 എടുക്കാനുള്ളത് 2/n, +1 1/n, 1/n ആണ്. ഇവിടെയും 1/n, +1 എടുക്കാനുള്ളതും 1/n ആണ്. 0 എടുക്കാനുള്ള പ്രോബബിലിറ്റി ഈസ് 1 - 2/n, 1 - 2/n. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എക്സ് എൻ തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്നും പ്രോബബിലിറ്റിയും കിട്ടിയാൽ നമ്മളെ ഉദ്ദേശം വേരിയൻസുകൾ കണ്ടുപിടിക്കലാണ്. അപ്പോൾ വേരിയൻസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ കണ്ടുപിടിക്കുന്നു, എക്സ് എന്നുകളുടെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ ഇസ് സമ്മേഷൻ എക്സ് എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ, സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതുന്നത് പോലെ തന്നെയാണ്. ദറ്റ് ഈസ് -1 ഇൻറ്റു അതിനുള്ള പ്രോബബിലിറ്റി വിച്ച് ഇസ് 1/n പ്ലസ് 0 ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി 1 - 2/n പ്ലസ് 1 ഇൻറ്റു പ്രോബബിലിറ്റി 1/n അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു -1/n പ്ലസ് 0 ഇൻറ്റു 1 ഇൻറ്റു 1/n ഇസ് 1/n. ഇങ്ങനെയാണ് കിട്ടുന്നത്. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു -1/n പ്ലസ് ആണ് -1/n പ്ലസ് 1/n ഇസ് 0. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് 0 കിട്ടി. ഇനി നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് എൻ കാണണമെങ്കിൽ അടുത്തായിട്ട് വേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ സ്ക്വയർ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 സ്ക്വയർ, അതായത് പിന്നെ സമ്മേഷൻ എക്സ് എൻ സ്ക്വയർ എഫ് ഓഫ് എക്സ് എൻ അല്ലേ. അതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ സ്ക്വയർ. ദറ്റ് ഈസ് -1 സ്ക്വയർ ഇൻറ്റു അതിനുള്ള പ്രോബബിലിറ്റി ദറ്റ് ഈസ് 1/n പ്ലസ് 0 സ്ക്വയർ ഇൻറ്റു അതിനുള്ള പ്രോബബിലിറ്റി 1 - 2/n പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 1/n. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു -1 സ്ക്വയറിന് 1 ഇൻറ്റു 1/n പ്ലസ് 0 ഇൻറ്റു ദിസ് ഇസ് 0 പ്ലസ് 1 ഇൻറ്റു 1/n ഇസ് 1/n. അപ്പോൾ 1/n പ്ലസ് 1/n എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 1/n പ്ലസ് 1/n ദറ്റ് ഈസ് ഈക്വൽ ടു 2/n. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ സ്ക്വയർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ 0 ആയിരുന്നു. നമുക്ക് നോക്കാം വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ് എൻ. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ ദ ഹോൾ സ്ക്വയർ അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു 2/n മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ സ്ക്വയറിന് 0 ആയിരുന്നു. അപ്പോൾ ദ ആൻസർ ഇസ് 2/n. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് 2/n. ഓക്കെ, അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എൻ 2/n എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ബി എൻ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ബി എൻ ഇസ് വാട്ട് ഈസ് ബി എൻ? ബി എൻ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ്
x2 etc. plus xn. This is equal to, ഇവിടെയും xi's are independent എന്ന് തന്നിട്ടുണ്ട്. x values എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ സം വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn. അതിൻ്റെ വേരിയൻസ് നമുക്ക് എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് xn എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, ഇങ്ങനെ എഴുതാൻ കാരണം എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിൻസ് എക്സൈസ് ആർ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ മാത്രമാണ് വേരിയൻസിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്. അല്ലാത്ത കേസിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇവിടെ ഇൻഡിപെൻഡൻ്റ് എന്ന് തന്നുകൊണ്ടുള്ള സൗകര്യമാണ്. അപ്പോൾ വാട്ട് ഈസ് വേരിയൻസ് ഓഫ് x1? അപ്പോൾ വേരിയൻസ് ഓഫ് xn എന്ന് വരുമ്പോൾ ദറ്റ് ഇസ് 2/n. അപ്പോൾ വേരിയൻസ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 2 divided by 1, 2/1 പ്ലസ് വേരിയൻസ് ഓഫ് x2 2/2 പ്ലസ് വേരിയൻസ് ഓഫ് x3 എന്ത് വന്നിട്ടുണ്ടാവും? 2/3 വന്നിട്ടുണ്ടാവും. അടുത്ത 2/4 വന്നിട്ടുണ്ടാവും. അങ്ങനെ പ്ലസ് ലാസ്റ്റസ് വേരിയൻസ് ഓഫ് xn 2/n. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമ്മാണ് വരുന്നത്. ഇതിൽ 2 കോമൺ ഫാക്ടറായിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. 2 പുറത്തേക്ക് എടുത്ത് വെച്ചാൽ 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് എക്സെട്ര പ്ലസ് 1/n എന്ന് നമുക്ക് കിട്ടും. നമുക്കതിനെ അങ്ങനെ തന്നെ വയ്ക്കാം. അല്ലെങ്കിൽ സമ്മേഷൻ 1/n എഴുതാം, അല്ലെങ്കിൽ നേരത്തെ പ്രോബ്ലത്തിൽ എഴുതിയ മാതിരി ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നൗ നമുക്ക് വേണ്ടത് bn/n² ആണ്. bn/n² നോക്കാം. അപ്പോൾ bn ഡിവൈഡഡ് ബൈ n² അതാണ് എടുക്കുന്നത്. ദറ്റ് ഈസ് bn ഇസ് ദിസ് 2 ഇൻറ്റു 1 പ്ലസ് 1/2 plus 1/3 etc. plus etc. plus 1/n. This divided by n² ആണ് വരുന്നത്. അപ്പോൾ this divided by n². അപ്പോൾ ഇതെന്ത് സംഭവിക്കും? ആസ് n tends to infinity എന്താ സംഭവിക്കാൻ പോകുന്നത്? ആസ് n tends to infinity, n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം ഇവിടെ എന്നൊക്കെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ടേം എന്ത് പറ്റും? ദിസ് bn/n², ദിസ് വിൽ ടെൻസ് ടു 0. അപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ശരിയായില്ലേ? അതായത് bn/n² ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് പറയാം സീക്വൻസ് xn എന്തനുസരിക്കുന്നു എന്ന്. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സീക്വൻസ് xn obeys weak law of large numbers. ഇതല്ലെങ്കിൽ weak law of large numbers holds for sequence xn എന്ന് നമുക്ക് പറയാം. Here weak law of large numbers holds for sequence xn എന്ന് നമുക്ക് ഈ കേസിൽ പറയാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ അടുത്ത് നോക്കുന്ന കൺസെപ്റ്റാണ് കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞു. എന്തായിരുന്നു കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി? കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി പറയേണ്ടായിരുന്നത്, കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി പറഞ്ഞത് x1, x2, etc. xn is a sequence of random variables. Then probability of modulus of xn minus a, where a is a constant, greater than epsilon tends to 0 as n tends to infinity എന്ന് എഴുതിയാലാണ് നമ്മൾ പറയുക xn tends to a constant a in probability. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനെയാണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് xn എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ a എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിലേക്ക് ടെൻഡ് ചെയ്യും, അതാണ് പറയുണ്ടായിരുന്നത്. എന്നാൽ കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. അപ്പം ഒരു കാര്യം കൂടി പറയട്ടെ. കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഒരു സ്ട്രോങ് കൺവേർജൻസ് ആണ്. ഇപ്പോൾ കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് നമ്മളടുത്ത് x1, x2 എക്സെട്ര xn എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഉണ്ട്. ദിസ് ഇസ് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആൻഡ് ദി സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ ഇസ് സെറ്റ് ടു കൺവേർജ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, കൺവേർജ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ടു എ റാൻഡം വേരിയബിൾ എക്സ്. ഇവിടേക്കാണ് ഇവർ കൺവേർജ് ചെയ്യുന്നത്, ഒരു റാൻഡം വേരിയബിൾ എക്സിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. ഇഫ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് xn ഓഫ് എക്സ്
ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് നമ്മളുടെ ഈ റാൻഡം വേരിയബിളുകളുടെ സി ഡി എഫ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആരുടെ സി ഡി എഫിലേക്ക് ടെൻഡ് ചെയ്യണം? എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ സി ഡി എഫിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന സീക്വൻസ് tends to the random variable x in distribution, and we write it as xn tends to x in distribution. ഇവിടെ ഇങ്ങനെ എഴുതുക, ഇവിടെ d എന്നാണ് എഴുതുക. ഇതൊരു വീക്ക് കൺവേർജൻസ് ആണ്. ഇതാണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ആയിരുന്നു സ്ട്രോങ് കൺവേർജൻസ്. ഇതൊരു സ്ട്രോങ് കൺവേർജൻസ് ആണെങ്കിൽ കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ വീക്ക് കൺവേർജൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി implies convergence in distribution. Convergence in probability convergence in distribution imply ചെയ്യും. എന്നാൽ തിരിച്ച് ഇംപ്ലൈ ചെയ്യണമെങ്കിൽ കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഇംപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ടെൻഡ് ചെയ്യുന്ന ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്താക്കാൻ പറ്റുള്ളൂ, എന്ത് ഇംപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഇംപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷനുള്ള എക്സാമ്പിൾസ് നോക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. നമ്മുടെ അടുത്ത് കുറച്ച് റാൻഡം വേരിയബിൾസ് ഉണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾസ് ആണ് x1 x2 എക്സെട്ര xn എക്സെട്ര എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആണ്. വേർ ഈച്ച് എക്സൈകൾ ഓരോന്നും ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ n, p. And then when the number of random variables and n increases, this will tend to xn will tend to a random variable x, where x is a Poisson random variable. This is a Poisson random variable with parameter lambda, where lambda is equal to n into p. ഇങ്ങനെയാണ് നമുക്ക് പരിചിതമായിട്ടുള്ള ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കൺവേർജസ് ടു Poisson distribution in distribution. ഇനി അതേപോലെ നമ്മൾ അടുത്ത് കണ്ടുമുട്ടാൻ പോകുന്ന സെൻട്രൽ ലിമിറ്റ് തിയറവും ഒരു എക്സാമ്പിൾ ആണ് കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമുക്ക് അടുത്ത തിയറം നോക്കാം. ഇറ്റ് ഈസ് കോൾഡ് സെൻട്രൽ ലിമിറ്റ് തിയറം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. അതായത് ഈ സെൻട്രൽ ലിമിറ്റ് തിയറം കാരണമാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കിട്ടാൻ കാരണക്കാരനായിട്ടുള്ള തിയറമാണ് സെൻട്രൽ ലിമിറ്റ് തിയറം. കാരണം സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറഞ്ഞാൽ പലതരം സെൻട്രൽ ലിമിറ്റ് തിയറങ്ങളുണ്ട്. അതായത് പല ആളുകളും പല വേർഷൻസ് ഉണ്ട് സെൻട്രൽ ലിമിറ്റ് തിയറത്തിന്. പക്ഷേ എല്ലാം ജനറലായിട്ട് എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കുറേ റാൻഡം വേരിയബിൾസ് ഉണ്ട് വിചാരിക്കുക. ഇപ്പോൾ x1 x2 എക്സെട്ര xn എക്സെട്ര എന്ന് പറഞ്ഞിട്ട് കുറേ റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇവരുടെ ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾസ് ആയിക്കോട്ടെ, പക്ഷെ പിന്നെ ഇവരുടെ എല്ലാവരുടെയും സമ്മ് will follow a sum. ഇവരെ എല്ലാം കൂടെ ആഡ് ചെയ്ത് സം വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ദെയർ മീൻസ്. മീൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് മീൻസും ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സം ഓഫ് വേരിയൻസും ആയിട്ടുള്ള ഒരു സം ഓഫ് വേരിയൻസസ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. അതായത് സം ഓഫ് എ ലാർജ് നമ്പർ ഓഫ് റാൻഡം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി കേട്ടോ. അതായത് സം ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് ഈസ് അപ്രോക്സിമേറ്റ്ലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ മീൻസ്, വേരിയൻസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദ വേരിയൻസ്, പ്രൊവൈഡഡ് ഇവർ ചില കണ്ടീഷൻസ് അനുസരിക്കണം എന്നുണ്ട്. അപ്പോൾ അതായത് ഇത് പറഞ്ഞു തരുന്നത് ഇവരുടെ എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ഏതോ ആയിക്കോട്ടെ, പക്ഷേ അവരുടെ സമ്മിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവരുടെ നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് കൂടുമ്പോൾ സമ്മിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം തന്നെ ആരായിട്ട് മാറുമെന്നാണ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഡിസ്ട്രിബ്യൂഷനുകളും നോർമലിലേക്ക് പോകുന്നു, എല്ലാ ഡിസ്ട്രിബ്യൂഷനുകളുടെ സമ്മ് നോർമലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആവറേജ് നോർമലിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കിട്ടാനുള്ള കാരണം. അപ്പം ഇതാണ് സെൻട്രൽ ലിമിറ്റ് തിയറത്തിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം അത് നല്ലോണം മനസ്സിൽ ആക്കി വെക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് ആയ തിയറാണ്. ഒന്നും കൂടി ഞാൻ പറയാം. എന്താണ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്? സെൻട്രൽ ലിമിറ്റ് തിയറം ഇൻ ജനറൽ പറയുന്നത് ദ സം ഓഫ് എ
sum ആണ് of a very large number of random variables is approximately normally distributed with mean is equal to sum of the means and variance is equal to sum of the variances. ഇതാണ് സെൻട്രൽ ലിമിറ്റ് തിയറത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി പല ഓതേഴ്സും അല്ലെങ്കിൽ പല ആൾക്കാരും പലതരത്തിലുള്ള സെൻട്രൽ ലിമിറ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. ലിൻബർഗ് ലെവി സെൻട്രൽ ലിമിറ്റ് തിയറം ഉണ്ട്, ലിയപ്നൗ സെൻട്രൽ ലിമിറ്റ് തിയറം ഉണ്ട്, അങ്ങനെ പലതരം സെൻട്രൽ ലിമിറ്റ് തിയറംസ് ഉണ്ട്. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റ് ഇതാണ് പറയുന്നത്. അപ്പം നമുക്കിതിൽ പഠിക്കാനുള്ളത് ലിൻബർഗ് ലെവി സെൻട്രൽ ലിമിറ്റ് തിയറമാണ്. അപ്പം എന്താണ് ലിൻബർഗ് ലെവി സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് നോക്കാം. അതായത് നമ്മളടുത്ത് x1 x2 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് ഉണ്ട്. ദീസ് ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇങ്ങനത്തെ റാൻഡം വേരിയബിൾസിനെ ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരേ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്, എല്ലാവർക്കും ഒരേ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ എല്ലാവരും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ എല്ലാവരും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാവരും ഗാമ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാവരും എക്സ്പോണൻഷ്യൽ, അങ്ങനെ. അതിന് നമ്മൾ IID റാൻഡം വേരിയബിൾസ് എന്നാണ് പറയും. ഇൻഡിപെൻഡൻറ്റ് അവരെ നമ്മൾ ചെറുതാക്കിയിട്ട് എന്ത് പറയുന്നു? ദേ ആർ IID റാൻഡം വേരിയബിൾസ്, IID റാൻഡം വേരിയബിൾസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ x1 x2 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് IID റാൻഡം വേരിയബിൾസ് ഉണ്ട്. ആൻഡ് വിത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് xi, എല്ലാവരും ഒരേ ഡിസ്ട്രിബ്യൂഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരേ മീനായിരിക്കും. എക്സ്പെക്റ്റേഷൻ ഓഫ് xi ഈസ് ഈക്വൽ ടു മ്യൂ ആൻഡ് വേരിയൻസ് ഓഫ് xi ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. ഇതാണ് നമ്മുടെ സീക്വൻസിനെ പറ്റി പറയുന്നത്. ദെൻ ദയർ സം SN എന്ന് പറഞ്ഞാൽ സം ഓഫ് n റാൻഡം വേരിയബിൾസ്, x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. ഇത് ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമ്മൾ പറഞ്ഞത്? ദിസ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ മീൻസ്. മീനുകളുടെ സമ്മാണ്. മീൻ ഇസ് ഈക്വൽ ടു n മ്യൂ. വേരിയൻസ് എന്തായിരിക്കും? n സിഗ്മ സ്ക്വയർ ആയിരിക്കും. സം ഓഫ് ദ വേരിയൻസസ് അല്ലേ, ഓരോരുത്തരും വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പോൾ സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ, n സിഗ്മ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ നമ്മൾ സാധാരണ ഇവിടെ എഴുതുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ പറയാം ഇതിൻ്റെ റൂട്ട്. അപ്പോൾ റൂട്ട് n സിഗ്മ സ്ക്വയർ. ഇതാണ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്. അതായത് SN സം ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ n മ്യൂ കോമ റൂട്ട് n സിഗ്മ സ്ക്വയർ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു നോർമൽ റാൻഡം വേരിയബിളിനെ കണ്ടാൽ ഉടനെ അയാളെ പിടിച്ചിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണു? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? SN ഫോളോസ് നോർമൽ എന്ന് പറഞ്ഞാൽ SN മൈനസ് സ്റ്റാൻഡേർഡ് നോർമൽ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കാറ്? നോർമൽ റാൻഡം വേരിയബിളിൽ നിന്ന് അയാളുടെ മീൻ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മീൻ എന്താണ്? n മ്യൂ ഡിവൈഡഡ് ബൈ അയാളുടെ ഇവിടെ സിഗ്മ സ്ക്വയർ ഇല്ല കേട്ടോ, റൂട്ട് n സിഗ്മയല്ലേ. അയാളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് റൂട്ട് n സിഗ്മ. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ. എ നോർമൽ റാൻഡം വേരിയബിൾ മൈനസ് ഇറ്റ്സ് മീൻ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് എന്തായിരിക്കും? n01 ആയിരിക്കും. ഇങ്ങനെയും എനിക്ക് എന്ത് പറയാം? ഇതിന്ന് ഡെഡ്യൂസ് ചെയ്തെടുക്കാം. ഓർ ഒരു സ്റ്റെപ്പ് കൂടി പോയിട്ട് നമുക്ക് വേറൊരു തരത്തിലും കൂടി പറയാം. മുകളിലും താഴെ ഞാൻ n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ n. അപ്പോൾ ഇവിടെ എന്ത് വരും? SN ഡിവൈഡഡ് ബൈ n മൈനസ് n മ്യൂ ഡിവൈഡഡ് ബൈ n ഡിവൈഡഡ് ബൈ റൂട്ട് n സിഗ്മ ഡിവൈഡഡ് ബൈ n. അപ്പം മുകളിലും താഴെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? n കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത് ക്യാൻസൽ ആയി പോകുന്നേ ഉള്ളൂ. വാട്ട് ഈസ് SN ബൈ n? SN എന്ന് പറഞ്ഞാൽ എന്താ? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ ആരാണ്? x ബാർ അല്ലേ, അവരുടെ മീൻ അല്ലേ. സം ഡിവൈഡ് ബൈ n ഇസ് മീൻ, ദാറ്റ് ഈസ് x ബാർ മൈനസ് n മ്യൂ ബൈ n. ഇപ്പം മ്യൂ ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് n ഉണ്ട്, റൂട്ടും ഇവിടെ n ഉണ്ട്. അപ്പം സിഗ്മ ബൈ റൂട്ട് n ഫോളോസ് n01. ഇങ്ങനെ നമുക്ക് സെൻട്രൽ ലിമിറ്റ് തിയറത്തിൽ നിന്ന് ഇങ്ങനെ നമുക്ക് പറയും. അപ്പം ലിൻബർഗ് ലെവി സെൻട്രൽ ലിമിറ്റ് തിയറം എന്താണ് പറയുന്നത്? ഇഫ് x1 x2 എക്സെട്ര xn എക്സെട്ര ആർ IID random variables, independent and identically distributed random variables with expectation of xi is equal to mu, variance of xi is equal to sigma square, then their sum Sn follows normal distribution with mean n mu comma root n sigma as n tends to infinity. n large ആകുമ്പോഴാണ് as n tends to infinity. ഇതെല്ലാം
ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴാണ് സമ്മൊക്കെ എന്തിലേക്ക് പോകുന്നത്? നോർമലിലേക്ക് പോകുന്നത്. ഇതാണ് ലിൻബർഗ് ലെവി സെൻട്രൽ ലിമിറ്റ് തിയറം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് സെൻട്രൽ ലിമിറ്റ് തിയറം ഉപയോഗിച്ചിട്ട് കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം ആണ്, ലെറ്റ് എക്സ് ബാർ ബി ദ mean based on 16 independent observations from a Poisson distribution with mean 4. Apply central limit theorem to find approximation to probability of 3 less than x bar less than 5. Also approximate it using Chebyshev's inequality. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിൽ നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യുക? സെൻട്രൽ ലിമിറ്റ് തിയറം നമ്മളോട് എന്താണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ ലിൻബർഗ് ലെവി സെൻട്രൽ ലിമിറ്റ് തിയറമാണ് നമ്മൾ പഠിച്ചത്. അതെന്താണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്? ലിൻബർഗ് ലെവി സെൻട്രൽ ലിമിറ്റ് തിയറം പറയുണ്ടായിരുന്നത് സം ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് Sn follows a normal distribution with mean is equal to n mu, sum of the means, and variance sum of the variances ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്പം √n സിഗ്മയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ Sn മൈനസ് ഇതിന് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക, സ്റ്റാൻഡേർഡ് നോർമൽ ആക്കുക. Z is equal to Sn minus n mu divided by √n sigma. This follows n01 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻട്രൽ ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ റാൻഡം വേരിയബിൾ എന്തായിരിക്കണം? സം ഓഫ് സം റാൻഡം വേരിയബിൾസ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ √n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദിസ് ഫോളോസ് n01 എന്നും നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറത്തിൽ നിന്ന് കിട്ടിയൊരു കാര്യമാണ്. അപ്പോൾ സെൻട്രൽ ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഐദർ നമ്മളെ കയ്യിൽ സം ഓഫ് സം റാൻഡം വേരിയബിൾസ് വേണം, Sn വേണം, അല്ലെങ്കിൽ എന്ത് വേണം? എക്സ് ബാർ വേണം. അപ്പോൾ എക്സ് ബാർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പറയാം എക്സ് ബാർ അതിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോം എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ √n ഫോളോസ് n01 എന്ന് പറയും. ഇതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യനിലെല്ലാം പറഞ്ഞിരിക്കുന്നത് എക്സ് ബാറിനെ കുറിച്ചിട്ടാണ്. എക്സ് ബാർ ബി ദ മീൻ ബേസ്ഡ് ഓൺ 16 ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ ഫ്രം എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ. അപ്പം നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറത്തിൻ്റെ ഈ രൂപമാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ √n ഇസ് സ്റ്റാൻഡേർഡ് നോർമൽ. ഈ നോളേജ് വെച്ചിട്ടാണ്, സെൻട്രൽ ലിമിറ്റ് തിയറം തന്ന ഈ നോളേജ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം ഈ പ്രോബ്ലത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു മീൻ തന്നിട്ടുണ്ട്, എക്സ് ബാർ സാമ്പിൾ മീൻ. അപ്പോൾ എക്സ് ബാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ n എന്താണ്? n ഇസ് ദ സാമ്പിൾ സൈസ്. എക്സ് ബാർ എടുത്തിരിക്കുന്ന ആ എക്സ് ബാർ എത്ര ഒബ്സർവേഷനുകളുടെ മീനാണ്? n ഒബ്സർവേഷൻ. അപ്പോൾ n ഇസ് ഈക്വൽ ടു 16 ആണ്. ആൻഡ് ദേ ആർ ടേക്കൺ ഫ്രം എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 4. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ് ഓരോ എക്സ് വാല്യൂസും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡയാണ് ഫോളോ ചെയ്തതെങ്കിൽ അതിൻ്റെ പ്രത്യേകത എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു ദിറ്റ്സ് പാരാമീറ്റർ ലാംഡ. അതായത് മീന് ലാംഡയായിരിക്കും, വേരിയൻസ് ഓഫ് എക്സും എന്തുതന്നെയായിരിക്കും? ലാംഡയായിരിക്കും. അതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് എല്ലാം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 4 എന്നാണ്. അപ്പോൾ 4 എന്ന് പറയുന്നതാണ് പോയ്സോണിൻ്റെ പാരാമീറ്റർ അല്ലേ? അപ്പം മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, ദാറ്റ് ഇസ് മ്യൂ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അത് വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നതും 4 ആണ്. സിഗ്മ സ്ക്വയർ 4 എന്ന് പറഞ്ഞാൽ സിഗ്മ വിൽ ബി ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് മ്യൂവും സിഗ്മയൊക്കെ അറിയണം, അവിടെ മ്യൂവും സിഗ്മയൊക്കെ അറിയണം, പിന്നെ ഈ എക്സ് വാല്യൂസിൻ്റെ അല്ലേ? അപ്പോൾ എന്നാലാണ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ √n വരെ. അപ്പോൾ n അറിയാം, വി ഹാവ് ഇവിടെ ഒന്നുകൂടി എടുത്ത് എഴുതാം. n നമുക്ക് 16 എന്നറിയാം. മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അത് തന്നിട്ടുണ്ട്, 4 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു 2 എന്ന് നമ്മൾ മനസ്സിലാക്കി. മീൻ 4 ആണെച്ചാൽ വേരിയൻസും 4 ആയിരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം നമുക്ക് ഇതാണ് നമുക്ക് അറിവുള്ള സാധനം, എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ √n. ദറ്റ് ഈസ് അവർ സെറ്റ്. ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്ന് നമുക്ക് അറിയുകയും ചെയ്യും. ഈ നോളേജൊക്കെയാണ് നമ്മൾ വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അപ്ലൈ സെൻട്രൽ ലിമിറ്റ് തിയറം ടു ഫൈൻഡ് അപ്രോക്സിമേഷൻ ടു ദിസ് പ്രോബബിലിറ്റി ഓഫ്
3 ലെസ് ദാൻ എക്സ് ബാർ ലെസ് ദാൻ 5 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് 3 ലെസ് ദാൻ എക്സ് ബാർ ലെസ് ദാൻ 5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ അറിയാം എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ n01 ആണെങ്കിൽ ഈ കേസിൽ സെഡ് എന്താണ്? എക്സ് ബാർ മൈനസ് വാട്ട് ഈസ് മ്യൂ ഹിയർ? മ്യൂ ഈസ് 4. എക്സ് ബാർ മൈനസ് 4 ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ. സിഗ്മ ഈസ് 2 ബൈ റൂട്ട് എൻ ഇസ് റൂട്ട് 60. ദിസ് ഫോളോസ് n01 എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അല്ലെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ബൈ റൂട്ട് 16 പറഞ്ഞാൽ 4, 2 ബൈ 4 ദിസ് 0.5. ദിസ് ഫോളോസ് n01 എന്ന് നമ്മൾ മനസ്സിലാക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇതാണ് നമ്മളെ സെഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണു? ഇതിനെ സെഡിൻ്റെ ടേംസിലേക്ക് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് നോർമലാണ്, സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, ഇതിന് സ്റ്റാൻഡേർഡ് നോർമൽ ആക്കണമെങ്കിൽ ഇപ്പോൾ എക്സ് ബാറിന് സ്റ്റാൻഡേർഡ് നോർമൽ ആക്കണമെങ്കിൽ എക്സ് ബാർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 0.5 ചെയ്യണം അല്ലേ? അപ്പോൾ അതന്നെയാണ് ഞാൻ 3ക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 മൈനസ് 4 ഡിവൈഡഡ് ബൈ 0.5 ആൻഡ് ഈ സൈഡിലോ 5 മൈനസ് 4 ഡിവൈഡഡ് ബൈ 0.5. നമ്മളിത് സാധാരണ നോർമൽ പ്രോബ്ലംസിലെല്ലാം ചെയ്യണതായിരുന്നു അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, ഈ നമ്പർ എന്താണ്? 3 മൈനസ് 4 ഇസ് -1. -1 ബൈ 0.5 ദറ്റ് ഈസ് ഈക്വൽ ടു -2 ആണ് വരും. ലെസ് ദാൻ എക്സ് ബാർ മൈനസ് 4 ബൈ 0.5 ഇസ് അവർ സെറ്റ്. നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ആണെന്ന് അറിയാം. ആൻഡ് 5 മൈനസ് 4 ബൈ 0.5 ഇസ് +2. അപ്പോൾ എനിക്ക് കാണേണ്ടത് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ ഉപയോഗിച്ചിട്ട് ഈ ഏരിയ ആണ് കാണേണ്ടത്. സെഡിൻ്റെ വാല്യൂ -2ൻ്റെയും +2ൻ്റെയും ഇടയിൽ കിടക്കേണ്ട ഏരിയ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവ്സ് വരയ്ക്കുകയാണ് അല്ലേ? ഇവിടെ സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ സെഡ് 0ന് സിമെട്രിക് ആയിരിക്കും വരിക. -∞ മുതൽ +∞ വരെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ -2 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈഡിൽ വരുന്നു, +2 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സൈഡിൽ വരുന്നുണ്ട്. എനിക്ക് കാണേണ്ടത് സെഡിൻ്റെ വാല്യൂ -2ൻ്റെയും +2ൻ്റെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പം നിങ്ങൾക്കറിയാം സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ നോക്കുമ്പോൾ 0 മുതൽ 2 വരെയുള്ള വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 2ൽ നോക്കിയാൽ നെഗറ്റീവ് വാല്യൂവിൽ നോക്കാനും പറ്റില്ല അല്ലേ? അപ്പോൾ നെഗറ്റീവ് വാല്യൂവിൽ നോക്കുക എന്ന് പറയുമ്പം -2 മുതൽ 0 വരെ നോക്കുക എന്ന് പറയുന്നതും 0 to 2 വരെ നോക്കുന്നതും സെയിം അല്ലേ? അപ്പം നമ്മളിതിനെ 2 എണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് -2 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0 വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കാരണം ടേബിൾ നോക്കുന്നത് 0 മുതലാണ് നമ്മൾ ടേബിളിൽ നോക്കുന്നത്. പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2. ഇങ്ങനെ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചു. അതായത് ഇപ്പോൾ ധൈര്യമായിട്ട് ഇപ്പോൾ ഞാൻ സെഡ് ഇസ് ഈക്വൽ ടു 2ൽ ഞാൻ ടേബിളിൽ നോക്കുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഏരിയ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും അല്ലേ? പിന്നെ -2 മുതൽ 0 വരെയുള്ള ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സിമെട്രിക് ആയതുകൊണ്ട് -2 മുതൽ 0 വരെയുള്ള ഏരിയ ഏതിന് തുല്യമായിരുന്നു? 0 മുതൽ 2 വരെയുള്ള ഈ ഏരിയയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2. രണ്ടും തുല്യമായിരിക്കും ഏരിയകൾ. പ്ലസ് ദിസ് വൺ ഈസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2 അല്ലേ? which is equal to 2 times probability of 0 less than z less than 2 എന്നാണ് കിട്ടുന്നത്. which is equal to 2 into ഈ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ 2ൽ നോക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് ആണ് എടുത്തത്. അതിൽ നമ്മൾ 2ന് നേരെ നോക്കി. 2.0ന് നേരെ കിട്ടിയത് 0.4772 എന്നുള്ളതാണ്. അത് അവിടെ കാണുന്നില്ല, ഇതാ 0.4772 എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2 ആയിരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടേബിളിൽ നിന്ന് കിട്ടിയ 0.4772. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.9544 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടിയത്. അതായത് ഇത് ഏത് പ്രോബബിലിറ്റിയാണ്?
പ്രോബബിലിറ്റി ഓഫ് 3 ലെസ് ദാൻ എക്സ് ബാർ ലെസ് ദാൻ 5. ഇത് നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതേ ക്വസ്റ്റ്യനെ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് 3 ലെസ് ദാൻ എക്സ് ബാർ ലെസ് ദാൻ 5. ഈ പ്രോബബിലിറ്റി നമ്മൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി വെച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന റാൻഡം വേരിയബിൾ എക്സൈകൾ, ഇവിടുത്തെ എക്സ് ബാർ ഉണ്ടാക്കിയ റാൻഡം വേരിയബിൾ ഓരോ എക്സൈകളും ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് മീൻ 4 എന്ന് വന്നിട്ടുണ്ട്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ ഇസ് ഈക്വൽ ടു 4 ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ഐ ഇസ് ഓൾസോ ഈക്വൽ ടു 4. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത കാരണം അല്ലേ. അതായത് മ്യൂ ഇസ് ഈക്വൽ ടു 4 എന്നറിയാം ആൻഡ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. മ്യൂ ഇസ് ഈക്വൽ ടു 4ഉം സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ഉം അറിയാം. ഈ മ്യൂവും സിഗ്മ സ്ക്വയറും എക്സ് ഐകളുടെയാണ്. അപ്പോൾ നമുക്ക് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രോബബിലിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ എക്സ് ബാർ ആണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ. അപ്പോൾ എക്സ് ബാറിനാണ് ഞാൻ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി പറയുന്നുണ്ടായിരുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഫോർ എ റാൻഡം വേരിയബിൾ എക്സിനാണ് ഞാൻ ആദ്യം പറയുന്നത്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t സ്ക്വയർ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓർ രണ്ട് ഫോം ഉണ്ട്. ഇതിൻ്റെ നേരെ കോംപ്ലിമെൻ്റ് എടുക്കുകയാണ് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/t സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ ലെസ് ദാൻ അല്ലേ വരുന്നത്. അപ്പോൾ ഈ മെത്തേഡാണ്, ഈ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയുടെ ഫോമാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്ക് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഏത് റാൻഡം വേരിയബിളിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ആ റാൻഡം വേരിയബിളിൻ്റെ മീനും ആ റാൻഡം വേരിയബിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാണണ്ടേ. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന റാൻഡം വേരിയബിൾ എക്സ് ബാർ ആണ്. അപ്പോൾ എക്സ് ബാറിൻ്റെ മീനും വേരിയൻസും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അറിയുന്നത് എക്സ് ബാറിൻ്റെ അറിയില്ല, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ ആണ് അറിയുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ ഇസ് ഈക്വൽ ടു 4 എന്നറിയാം. ഐ ഇസ് ഈക്വൽ ടു 1 to 16, 16 ഒബ്സർവേഷനാണ് ഉള്ളത് ഇവിടെ അല്ലേ. അപ്പോൾ വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ, അതാണ് നമ്മൾ നോക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് 1/n സമ്മേഷൻ എക്സ് ഐ, അതല്ല എക്സ് ബാർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് സിഗ്മ എക്സ് ഐ. സിഗ്മ എക്സ് ഐ എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn. എന്ന് പറഞ്ഞാൽ ഇവിടെ 16 ആണ്, ആ കാര്യം മറക്കരുത്. ദിസ് ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു എക്സ്പെക്ടേഷനെ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x2 എക്സെട്ര പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് xn എന്ന് എല്ലാ കേസിലും എഴുതും അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇതിൽ ഓരോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐകളും നമുക്കറിയാം. ഇവിടെ n എന്ന് പറയുന്നത് 16 ആണ് ആൻഡ് ഓരോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐകളും 4 ആണ്. 4ന് എത്ര പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യുന്നത്? ഇവിടെ 4 അങ്ങനെ 16 ടൈംസ് ആണ് 4 വരുന്നത്. അപ്പോൾ 16 ഇൻറ്റു 4 വന്നിരിക്കുന്നു. 16ഉം 16ഉം ക്യാൻസലായിപ്പോയി. therefore what is expectation of x bar? expectation of x bar is equal to 4. ഇനി നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് 4 എന്നറിയാം. എനിക്ക് കാണേണ്ടത് വേരിയൻസ് ഓഫ് എക്സ് ബാർ ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്താണ്? വേരിയൻസ് ഓഫ് 1/n ഇൻറ്റു സിഗ്മ എക്സ് ഐ, എക്സ് ബാർ. ഈ 1/n വേരിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സ്ക്വയർ ആയിട്ടല്ലേ ആരും വരിക പുറത്തേക്ക്. അപ്പോൾ 1/n സ്ക്വയർ വേരിയൻസ് ഓഫ് സമ്മേഷൻ എക്സ് ഐ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn എന്ന് എഴുതാം. ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയത് കൊണ്ട് മാത്രം നമുക്ക് ഇവരെ എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 എക്സെട്ര വേരിയൻസ് ഓഫ് x. വേരിയൻസിന് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഒരൊറ്റ സമ്മിന് സെപ്പറേറ്റ് വാല്യൂസിൻ്റെ സമ്മിൻ്റെ ആയിട്ട് എഴുതാൻ പറ്റുന്നത് എപ്പം മാത്രമാണ്? ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ മാത്രം. എക്സ്പെക്ടേഷൻ ആ പ്രോപ്പർട്ടി ഒന്നുമില്ല, എക്സ്പെക്ടേഷൻ എപ്പോൾ വേണിച്ചാലും എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ഒബ്സർവേഷൻസ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 1/16 സ്ക്വയർ അല്ലേ. n is 16 സ്ക്വയർ ഇൻറ്റു ഓരോ വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? 4 പ്ലസ് 4 പ്ലസ് 4, അങ്ങനെ എത്ര 4കളാണ്? 16 ടൈംസ് 4 ആണ് വരുന്നത്.
അപ്പോൾ ഇവിടെ ഈ 16ഉം ഒരു സ്ക്വയറും പോയി. അപ്പോൾ എന്തായി 4/16 എന്ന് വരുന്നു, വിച്ച് ഈസ് 1/4. വേരിയൻസ് ഓഫ് എക്സ് ബാർ 1/4 കിട്ടി. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, എക്സ് ബാറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ സിഗ്മ ദറ്റ് ഈസ് ഈക്വൽ ടു √1/4 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1/2 കിട്ടിയിട്ടുണ്ട്, മീന് മ്യൂവും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ അല്ലെങ്കിൽ മ്യൂ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 4. ഇത് എക്സ് ബാറിൻ്റെ കേസാണ് പറയുന്നത്. എക്സ് ബാറിൻ്റെ മീൻ മ്യൂ ഇസ് ഈക്വൽ ടു 4 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷെബിഷോവ്സ് ഇൻഇക്വാളിറ്റി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/t². ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ്, ഇവിടെ എക്സ് ബാർ ആണ് നമ്മളെ വേരിയബിൾ, മൈനസ് ഇറ്റ്സ് മീൻ ദറ്റ് ഈസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ഇൻറ്റു സിഗ്മ ദറ്റ് ഈസ് ടി ഇൻറ്റു 1/2. t into 1/2 that is t/2 is greater than or equal to 1 minus 1/t² എന്ന് നമ്മൾ ഷെബിഷോവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്തിട്ട് എഴുതി. ആർക്ക് അപ്ലൈ ചെയ്തു? എക്സ് ബാറിന് ഷെബിഷോവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ, എന്താണ് ഷെബിഷോവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതിയത് അല്ലേ. അപ്പോൾ നമ്മളത് എഴുതി വെച്ച് അത് 1 എന്ന് കൊടുത്തു. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞ പ്രോബബിലിറ്റി എന്താണ്? 3 ലെസ് ദാൻ എക്സ് ബാർ ലെസ് ദാൻ 5. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്തിട്ട് കിട്ടണമെങ്കിൽ ഇതും ഇതിന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് വേണ്ടേ. ഇവിടെ എക്സ് ബാർ -4 ഒക്കെ ഇവിടെ വരുത്തണം, എന്നാലേ ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്തിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ -4 ചെയ്യാം, എല്ലാത്തിനും 4 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 3 - 4 ലെസ് ദാൻ x bar minus 4 less than 5 minus 4. Okay. That is probability of 3 minus 4 is -1 less than x bar minus 4 less than +1. അപ്പം ഇങ്ങനൊരു എക്സ്പ്രഷൻ വന്നാൽ അല്ലേ, നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 വന്നാൽ ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 അല്ലേ. നമ്മളത് തിരിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ബാർ -4 ആണ്. ഇതിനെങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് ബാർ -4 ലെസ് ദാൻ 1 എന്ന് എഴുതാം. ഇതിനെ ഇപ്പം നമ്മൾ വിചാരിച്ച അതേ മെത്തേഡിൽ ഇതിൻ്റെ പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് എക്സ് ബാർ -4, ഇവിടെയും മോഡുലസ് ഓഫ് എക്സ് ബാർ -4, അതിനെ നമ്മൾ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനെ രണ്ടിനും കൂടി കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു t/2 ആയിരുന്നു, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ t/2 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓർ വാട്ട് ഈസ് t ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ ഈ t2 എന്ന് കിട്ടിയപ്പം ഇതിൻ്റെ പ്രോബബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/t² ആണ്. അപ്പോൾ ഈ കേസിൽ എന്ത് വരും നോക്കാം. അപ്പോൾ 1 മൈനസ് 1/t² ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/2². This is 1 minus 1/4 which is 3/4 അല്ലേ. 3/4 ആണ് വന്നിരിക്കുന്നത്. What is 3/4? 0.75. അപ്പം ഇങ്ങനെയാണ് നമുക്ക് പ്രോബബിലിറ്റി കിട്ടിയിരിക്കുന്നത് ഷെബിഷോവ്സ് ഇൻഇക്വാലിറ്റി ഉപയോഗിച്ചിട്ട്. ആൻഡ് സെൻട്രൽ ലിമിറ്റ് തിയറം ഉപയോഗിച്ചിട്ട് കിട്ടിയ വാല്യൂ 0.9544 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരുന്നു.